നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹലോ, നമസ്കാരം. ബഡീഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സാംസങ് ഗാലക്സി സീരീസിലുള്ള A70 എന്നൊരു മോഡലാണ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നല്ല സീരീസുകളിൽ ഏറ്റവും ലാസ്റ്റുള്ളൊരു നല്ലൊരു മോഡലാണ്. 7 ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ 6.7 ഡിസ്പ്ലേ ആണ്. ഒക്ടോകോർ പ്രൊസസ്സർ ഉള്ളതുകൊണ്ട് നല്ല സ്പീഡുള്ള ഒരു സെറ്റാണ്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഗാലക്സി A7 നല്ലൊരു ഫോൺ ഇതിൽ കാണും. അത് എൻ്റെ കയ്യിലിരിക്കുന്നത് വൈറ്റ് കളറാണ്. പിന്നെ ഇതിൻ്റെ വേറെ 3 വേരിയൻറ്റുകളുണ്ട്. ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ കോറൽ എന്ന് പറഞ്ഞിട്ടൊരു ഓറഞ്ച് കളറുള്ള ഒരു കളറുള്ള ഇതിനുണ്ട്. ലേഡീസിനൊക്കെ നല്ല കളറായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ബോക്സിനകത്ത് ചാർജറും അതിൻ്റെ കേബിള്, ഇയർഫോണും ഇത്രയും മാത്രമേ ബോക്സിനകത്തുള്ളൂ. ഒരു ബ്രൗസറും ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് ഇത് ഓണാക്കുന്ന സമയത്ത് സാംസങ്ങിൻ്റെ ലോഗോ, സാധാരണ നോർമൽ ഫോണുകൾ പോലെ തന്നെ സാംസങ്ങിൻ്റെ ലോഗോ ഫസ്റ്റ് ഉണ്ടാകും. സാംസങ് ഗാലക്സി A70 ആൻഡ്രോയിഡ്, പവർ ബൈ ആൻഡ്രോയിഡ് എന്നുള്ള ഒരു ലോഗോ ആണ് വരുന്നത്. അതിനുശേഷം അതിൻ്റെ സാംസങ്ങിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് സ്ക്രീനിൽ തന്നെയാണ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഈ സ്ക്രീനിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് ക്വിക്ക് ചാർജറാണ്. 128 GB മെമ്മറി ഉണ്ട്. ഇതിന് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 128 GB മെമ്മറി ഉണ്ട്. അതുപോലെ തന്നെ 3 ക്യാമറ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. 32 MBയുടെയും 8 MBയുടെയും 5 MBയുടെയും 3 ക്യാമറയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ലെസ്കോ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് അതിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് പോകാം. എല്ലാം സ്കിപ്പ് അടിച്ച് വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ അതിനകത്ത് സെറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. എല്ലാം നോർമൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാം സ്കിപ്പ് അടിച്ച് വിടുന്നത്. സാധാരണ രീതിയിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്ത് ആദ്യം വൈഫൈ കണക്ട് ചെയ്യണം. വൈഫൈയോ സിമ്മോ കണക്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്ത് ഇത് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇമെയിൽ ID അവർ കൊടുത്തു കഴിയുമ്പോൾ വൈഫൈ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ചെക്ക് ചെയ്യും. നിങ്ങളെ എല്ലാം അപ്ഡേഷൻ നടക്കും. ഈ അപ്ഡേഷന് ശേഷം മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്ക്രീനിലാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. പിന്നെ അതിൽ ക്വിക്ക് ചാർജിങ് ആണ്. ആൻഡ്രോയിഡ് 9 Pie ആണ് ഇതിനകത്തുള്ളത്. ആൻഡ്രോയിഡ് 9 Pie എന്നുള്ള ഇതാണുള്ളത്. പിന്നെ 2 സിം ഉപയോഗിക്കാം. 4G അൺലിമിറ്റഡ് ആണ്. 4G ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 6 GB റാമാണ്. 6 GB റാമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 6 GB റാമാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ടൈപ്പ് നിന്ന് സൂപ്പർ അംലോഡ് ഡിസ്പ്ലേ ആണ് ഇതുള്ളത്. ആസ്പെക്ട് റേഷ്യോ 20.9 ആണ് ഉള്ളത്. അതിൽ പിക്സൽ ഡെൻസിറ്റി 393 ppi ആണ് ഉള്ളത്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ 86%. സ്ക്രീൻ ടു കംപ്ലീറ്റ് കവറിങ് ആണെന്നാണ് പറയുന്നത്. 6.5 സൈസാണുള്ളത്. 1080 × 2400 പിക്സൽ കപ്പാസിറ്റി ഇതിനകത്ത് ഉണ്ട്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 7.9 mm മാത്രമാണ് തിക്നെസ് വരുന്നത്. വിഡ്ത്ത് 76.7, വെയ്റ്റ് 183 grams ആണ്. അതുപോലെ ഹൈറ്റ് 164.3 ആണ് വരുന്നത്. ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, കോറൽ എന്ന് പറഞ്ഞ 4 കളറിൽ ഈ വേരിയൻറ്റിലും ഇത് അവൈലബിൾ ആണ്. നമുക്കിത് ഓണായിട്ട് വന്നിട്ട് സ്ക്രീൻ ഓണാകുമ്പോൾ തന്നെ നല്ല രസമാണ്. നല്ല കളർഫുള്ളായിട്ട് കളർ വാരി ഒഴിച്ച പോലെയുള്ള സ്ക്രീനാണ് ഇതുള്ളത്. അത്രയും നല്ല കളർഫുള്ളായിട്ടുള്ള സ്ക്രീനാണ്. അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ടച്ച് നല്ല സ്മൂത്തായിട്ട് വരയ്ക്കുന്നുണ്ട്. ക്യാമറ നല്ല ഗുഡ് പെർഫോമൻസ് ഉള്ള ക്യാമറയാണ്. ക്യാമറ 8x ഡിജിറ്റൽ സൂമിംഗ് ഉള്ള ഓട്ടോ ഫ്ലാഷ് ഉള്ള ക്യാമറയാണ്. 32 MBയുടെ 3 MB 3 ക്യാമറകൾ. ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ ആമസോണിൽ ഏകദേശം 30,000 അടുത്ത് വിലയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ UAEയിൽ 1400 ദിർഹംസിന് താഴെ ഇതിൻ്റെ വില വരുന്നുള്ളൂ. കാരണം അത്രയും വിലക്ക് കിട്ടുന്ന ഒരു നല്ലൊരു ഫോണാണ് ഇതിൻ്റെ ക്യാമറ നല്ല പെർഫോമൻസ് ഉള്ള ക്യാമറയാണ്. ക്ലാരിറ്റിയും ഒരു കുറവും പറയാനില്ല. നല്ല ക്ലാരിറ്റിയുള്ള ഒരു അടിപൊളി ഫോണാണ്.